മഹാരാഷ്ട്രയിലെ വമ്പൻ തോൽവിക്ക് ശേഷം കോൺഗ്രസ് നേരിടാൻ പോകുന്നത് ഇനി വലിയൊരു തകർച്ചയിലേക്കുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്കാണ് കോൺഗ്രസിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത്. ശരിക്കും കോൺഗ്രസ് തകർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഈ വരാൻ പോകുന്ന MVA സഖ്യകക്ഷികൾക്കുള്ളിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, അതായത് അവിടെ മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്ന BJP മഹായുതി സഖ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ MVAയുടെയും ഇനി നേർക്ക് നേരെയുള്ള ഒരു പോരാട്ടം അത് മാറുന്നത് BMC തെരഞ്ഞെടുപ്പിലാണ്. മുംബൈയിൽ നടക്കാൻ പോകുന്ന BMC തെരഞ്ഞെടുപ്പിലാണ്. അതായത് അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് ഇനി ആ ഒരു വലിയ തോതിലുള്ള ഒരു അട്ടിമറി കാണാനായിട്ട് പോകുന്നത്. പക്ഷേ അവിടെ ഈ പറയുന്ന മാതിരി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കണക്കോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കണക്കോ ഒന്നും തന്നെയല്ല കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം എന്ന് പറയുന്നത്. അതായത് MVA തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും BJPക്ക് അവിടെ ഒരു വമ്പൻ വിജയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഉദ്ധവ് സേന ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാനായിട്ടുള്ള ഒരു പുറപ്പാടാണ് എന്നുള്ള തരത്തിൽ BMC തെരഞ്ഞെടുപ്പിൽ. ഉദ്ധവ് താക്കറെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ശരത് പവാറും അതിൻ്റെ സൂചന നൽകിയിരിക്കുകയാണ്, ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത്. ഇത് ശരിക്കും കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് ഉദ്ധവ് സേനയ്ക്ക് ശേഷം മുംബൈയിലെ BMC തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനെക്കുറിച്ച് പവാർ സൂചന നൽകിയതിനെ തുടർന്നാണ് MVAയിലെ ഈ ഒരു വിള്ളലുകൾ വളരെ വലിയ തോതിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് തന്നെ. മഹാവികാസ് അഘാഡി ഇന്ത്യ പ്രതിപക്ഷ ബ്ലോക്കിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് അതിൻ്റെ 2 പ്രാദേശിക സഖ്യകക്ഷികളുടെ ഈ ഒരു തീരുമാനങ്ങളെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ്. BJP തോൽപ്പിക്കാൻ അല്ലെങ്കിൽ മഹായുതിയെ തോൽപ്പിക്കാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് മത്സരിക്കേണ്ട ഇടത്താണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ 3 പാർട്ടികളും 3 തട്ടിലോട്ടായി മാറിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്ന BMC തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കോൺഗ്രസ് മാത്രമല്ല, ഉദ്ധവ് ശിവസേന ആയാലും അതോടൊപ്പം തന്നെ NCP ശരത് പവാർ ആയാൽ തന്നെ ഇവിടെ നേട്ടം കൊയ്യാൻ പോകുന്നത് BJP ആണെന്നുള്ളത് അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നത്. അതായത് വമ്പൻ ഒരു വിജയത്തിൻ്റെ ഒരു കുതിപ്പിലേക്ക് തന്നെയാണ് BMC തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ എന്നുള്ളത് വ്യക്തമാണ്. കാരണം BMC തെരഞ്ഞെടുപ്പ് അടുത്തിടെ തന്നെ നടക്കാനായിട്ടുള്ള സാഹചര്യമാണ് മുംബൈയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു വിജയം BJP നേടിയെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ അവിടെ BJP ഈ പറയുന്ന മഹായുതി സഖ്യമല്ലാതെയുള്ള ഒരു മത്സരത്തിനാണ് അവിടെ തയ്യാറെടുക്കുന്നത് തന്നെ. അതായത് മാക്സിമം സീറ്റുകൾ തങ്ങൾക്ക് പിടിച്ചെടുക്കുക എന്ന തരത്തിലേക്ക് തന്നെയാണ് BJPയുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അത് വളരെ വലിയ തോതിൽ വിജയകരമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷം എല്ലാ രീതിയിലും സ്പ്ലിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു തരത്തിലുമുള്ള ഒരു യോജിപ്പുമില്ലാത്ത രീതിയിലോട്ട് ഇപ്പോൾ പറയുന്ന രീതിയിൽ MVA സഖ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതേസമയം മഹായുതിയിലോട്ട് നോക്കുവാണെങ്കിൽ അവിടെ BJP ഒറ്റയ്ക്കാണ് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നതെങ്കിലും ഈ പറയുന്ന തരത്തിൽ അവിടുത്തെ ഷിൻഡെ ശിവസേന വിഭാഗമായാലും അജിത് പവാർ NCP വിഭാഗത്തിനോടായാലും ഒരു തരത്തിലുമുള്ള പ്രശ്നവുമില്ലാതെയാണ് അവർ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. അവരുമായിട്ട് എല്ലാ അർത്ഥത്തിലും പൊരുത്തപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു മത്സരമാണ് ഈ ഒരു BMC തെരഞ്ഞെടുപ്പ് BJP കാണുന്നത്. സഖ്യമായിട്ടല്ലെങ്കിൽ പോലും ആ സഖ്യത്തിനെ തള്ളിപ്പറയാതെയും അവരോട് അനുയോജ്യമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിയിട്ടാണ് BJP ഈ ഒരു തരത്തിലേക്ക് നീങ്ങിയത് തന്നെ. പക്ഷേ നേരെ മറിച്ച് MVAയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ നേരെ തകിടം മറിഞ്ഞാണ് കിടക്കുന്നത്. കാരണം അവിടെ ഒരു തരത്തിലുമുള്ള ഒരു മീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കൂടാതെയാണ് ഈ പറയുന്ന തരത്തിൽ 3 പാർട്ടികൾ 3 തട്ടിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് തന്നെ. അതായത് കോൺഗ്രസിനോട് ഒരു തരത്തിലുമുള്ള ആലോചനയും നടത്താതെയാണ് ഈ പറയുന്ന ഉദ്ധവ് സേനയായാലും NCP ശരത് പവാർ പക്ഷമായാലും മാറി മത്സരിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇവിടെ കോൺഗ്രസ് ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് കോൺഗ്രസ് ഈ വരുന്ന BMC തെരഞ്ഞെടുപ്പിൽ എല്ലാ അർത്ഥത്തിലും പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അത് തകർച്ചയിലേക്ക് പോകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ എന്നത് വ്യക്തമാണ്. ഇവിടെ ഉറപ്പായിട്ടും നേട്ടം കൊയ്യാൻ പോകുന്നത് BJP തന്നെയായിരിക്കും എന്ന കാര്യം സംശയമില്ല. പലയിടങ്ങളിലും തൂത്തുവാരുന്ന തരത്തിലോട്ടുള്ള ഒരു വിജയമായിരിക്കാം BMC തെരഞ്ഞെടുപ്പിൽ BJP അവിടെ സ്വന്തമാക്കാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ് ഈ ഒരു കാര്യത്തിലൂടെ തന്നെ.